ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ മോരുകറിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു പകുതി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഒരു 3 പച്ചമുളക് അതും കൂടി ഇട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 വിസിലടിച്ചെടുക്കണം. ഞാനിവിടെ ഉപ്പിടാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ പിന്നീടാണ് കേട്ടോ ഉപ്പ് ചേർക്കണത്. ഈ കറിയിലേക്ക് ഇനി നമ്മൾ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും തന്നെ ചേർക്കണില്ല കേട്ടോ. നമ്മൾ ഈ കറിയിലേക്ക് അരച്ച് ചേർക്കുന്നത് അരമുറി നാളികേരവും പിന്നെ 3/4 ഗ്ലാസും തൈരും 1/4 ഗ്ലാസ് വെള്ളവും പിന്നെ അരിയാണ്. അരി ഏത് അരിയായാലും കുഴപ്പമില്ല. 1 ടീസ്പൂൺ അരി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊന്നി അരിയാണ് കേട്ടോ. ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതാണ് ഈ കൂട്ടാൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നമ്മളിതിലേക്ക് പച്ചമുളകോ ജീരകമോ ഒന്നും തന്നെ മറ്റു മോരുകറിയിൽ ചേർക്കണ പോലെ ഇതിലേക്ക് ചേർക്കണില്ല. അപ്പോൾ 2 വിസിലിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നമ്മൾ വറുത്തിടുമ്പോൾ കറിവേപ്പില ചേർക്കണില്ല കേട്ടോ. പിന്നെ അരച്ച് വെച്ച അരപ്പും കൂടിയും ഇതിലേക്ക് ചേർക്കുക. ഈ കറി ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനേ പാടുള്ളൂ. മറ്റുള്ള കറികളുടെ പോലെ നന്നായിട്ട് തിളയ്ക്കേണ്ട. തള വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മോരുകറിയാണ് കേട്ടോ. തലേ ദിവസമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് വറുത്തിടാം. അതിനായിട്ട് ഞാനൊരു ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും വറ്റൽമുളകുമാണ് നമ്മൾ ഈ കറിയിലേക്ക് വറുത്തിടണത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നൊരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റ, ബൈ ബൈ.